ഞാൻ തൃശ്ശൂരിലേക്ക് കൂടി ഒന്ന് പോകുകയാണ്. അവിടെയും ഡിവൈഎഫ്ഐ അതിക്രമം ഈ സിനിമയ്ക്കെതിരെ ഉണ്ടായിരിക്കുന്നു. തൃശ്ശൂരിലെ ഒല്ലൂരിലെ തിയേറ്ററിൽ പ്രതിഷേധം നടത്തിയ ഡിവൈഎഫ്ഐക്കാർ സിനിമയുടെ പോസ്റ്ററുകളിൽ കരിയോയിൽ ഒഴിച്ചിരിക്കുകയാണ്. സാനുണ്ട് അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകാൻ. സാനു, മുൻപ് ഈ ടി പി ചന്ദ്രശേഖരന്റെ വധം ആസ്പദമാക്കി ഒരു സിനിമ കേരളത്തിൽ പ്രദർശനത്തിനെത്തുന്ന ഘട്ടത്തിൽ തിയേറ്ററുകളിൽ ഇതേ രീതിയിലുള്ള പ്രതിഷേധം ഡിവൈഎഫ്ഐയും CPM ഒക്കെ നടത്തിയതാണ്. അപ്പോൾ ഈ യാഥാർത്ഥ്യം പൊതുസമൂഹം അറിയാൻ പാടില്ല എന്ന അസഹിഷ്ണുത തന്നെയാണ് ഇതിന് പിന്നിലെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ സിനിമ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ വർഷങ്ങളായി ഇസ്ലാമിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രണയം നടിച്ചുള്ള മതപരിവർത്തനം എന്ന വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതിലുള്ള അസഹിഷ്ണുതയാണല്ലോ ഇപ്പോൾ ഈ കരിയോയിൽ പ്രയോഗത്തിലൊക്കെ എത്തി നിൽക്കുന്നത്. ഗൗതം, എന്തായാലും ഒല്ലൂരിലെ ആണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒല്ലൂരിലെ തിയേറ്ററിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയിരിക്കുകയാണ് മാർച്ച്. അതായത് കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിനെതിരെയായിരുന്നു അവരുടെ പ്രതിഷേധം. അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും അധികം പ്രസംഗിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ തന്നെ ഒരു സിനിമയ്ക്കെതിരെ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് തൃശ്ശൂരിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ സാധിച്ച പോലെ തന്നെ തൃശ്ശൂരിലും കാണാൻ സാധിക്കുന്നത്. അതായത് മാരീജിനെ പോലെ വരുന്ന മതപരിവർത്തനവും അതേപോലെ തന്നെ ലവ് ജിഹാദിനെയൊക്കെ കുറിച്ച് നടത്തിയിരിക്കുന്ന സിനിമയ്ക്കെതിരെ അല്ലെങ്കിൽ ആ സത്യം അവർ പൊതുജനങ്ങൾ തിരിച്ചറിയാനായിട്ട് ഈ സിനിമ മാധ്യമമാകുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടായതോടുകൂടിയായിരിക്കണം ഒരുപക്ഷെ ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഒല്ലൂരിലെ തിയേറ്ററിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും അതേപോലെ തന്നെ സിനിമ കാണാനെത്തുന്നവരെ തടയുമെന്നും ഡിവൈഎഫ്ഐയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതുകൊണ്ടാവണം ഈ ഒരു സംഘർഷ സാധ്യത ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാവണം ഈ സിനിമ കാണാനായിട്ട് ആരും തന്നെ എത്തിയിരുന്നില്ല. തിയേറ്ററിന് നേരത്തെ തന്നെ മണിക്കൂറുകൾ മുമ്പ് തന്നെ ഈ തിയേറ്റർ പരിസരങ്ങളിൽ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തമ്പടിച്ച് നിൽക്കുകയും അതേപോലെ തന്നെ കൊടിതോരണങ്ങളും അതേപോലെ തന്നെ വടിയുമൊക്കെ ആയിട്ട് നിൽക്കുന്നത് പലരെയും ഈ സിനിമ കാണാൻ വന്നവരെ ആശങ്കപ്പെടുത്തി പലരും പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അല്ല തിരികെ വീടുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് തിയേറ്ററിലേക്ക് ഇരച്ചെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ ഒരു തിയേറ്ററിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സിലേക്കും അതേപോലെ തന്നെ തിയേറ്ററിനുള്ളിലേക്കും കടന്നു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും പോലീസ് പ്രവർത്തകരെ എല്ലാം പിന്തിരിപ്പിച്ച് അവിടുന്ന് വിട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഈ സിനിമ പ്രദർശിപ്പിക്കാനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായാൽ സമാന നിലയിൽ തന്നെ പ്രതിഷേധം ഉണ്ടാക്കും, അല്ലെ പ്രതിഷേധം നടത്തും എന്നാണ് ഡിവൈഎഫ്ഐ അറിയിച്ചിട്ടുള്ളത്. ഗൗതം.